ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മഞ്ചേശ്വരം മണ്ഡലത്തിലെ മീഞ്ച പഞ്ചായത്തിലെ നാരായണേട്ടന്റെ മരണവുമായി ബന്ധപ്പെട്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ജനം ടി വിയിൽ ഒരു വാർത്ത കാണാനിടയായി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയണം തോന്നി. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള സത്യാവസ്ഥ എന്ത് എന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയി ഞാൻ വന്നത്. ആദ്യം നമ്മൾ ജനം ടി വിയിലുള്ള ആ ക്ലിപ്പ് ഒന്ന് കേൾക്കാം. നാരായണേട്ടൻ സംബന്ധിച്ചിടത്തോളം സംഘത്തിന്റെ പ്രവർത്തകനാണ്, സ്വയംസേവനാണ്. അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഏറ്റുവാങ്ങാൻ ആരുമില്ല. ഇതാണ് നെറേറ്റീവ്. എന്നിട്ട് ഏറ്റുവാങ്ങിയത് ആരാ? ഇർഫാന എന്നൊരു കൗൺസിലർ അല്ലെ, ജില്ലാ പഞ്ചായത്ത് അംഗം വന്ന് ഏറ്റുവാങ്ങുകയാണ്. എന്നിട്ട് ചിതിയൊക്കെ ഒരുക്കി നമ്മുടെ ഹൈന്ദവാചാര പ്രകാരം ആ ചിതിയൊക്കെ ഒരുക്കി കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ഫോട്ടോയിൽ തൊട്ടടുത്തിരിക്കുന്ന രഘുവേട്ടൻ സേവാഭാരതിയുടെ ചുമതലയുള്ള ആള് തൊട്ടടുത്തിരിപ്പുണ്ട്. സേവാഭാരതിയുടെ ആംബുലൻസിലാണ് ആ ഭൗതികദേഹം കൊണ്ടുവന്നത്. എന്നിട്ട് ഇങ്ങനെ ഒരു പച്ചക്കള്ളം പറഞ്ഞിട്ട് ഇതൊന്ന് ക്രോസ് ചെക്ക് പോലും ചെയ്യാതെ അതാണ് ക്രോസ് ചെക്ക് ചെയ്തു. അതുകൊണ്ടാണ് ഇതിന് മറുപടിയായിട്ട് ഞാൻ വരുന്നത്. കാരണം ഇവരെന്നെ സമ്മതിക്കുന്നുണ്ട്, സേവാഭാരതിയുടെ ഒരു പ്രവർത്തകനാണ്, അതായത് RSSന്റെ ഒരു പ്രവർത്തകനാണ് മരിച്ചുപോയ നാരായണേട്ടൻ. വിഷയത്തിലേക്ക് വരാം. അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് സേവാഭാരതിയുടെ ആംബുലൻസുമായിട്ടാണ് സേവാഭാരതി പ്രവർത്തകരാണ് അവിടത്തേക്ക് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അവിടെ രഘുവേട്ടനുണ്ട്. ഈ രഘുവേട്ടൻ ആരാണ്? ഈ രഘുവേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇൻചാർജറാണ്. കാരണം അത് ദഹിപ്പിക്കുന്ന ആ സ്ഥലത്തെ, അത് ശ്മശാനത്തെ ദഹിപ്പിക്കുന്ന ഇൻചാർജറാണ് ഈ രഘുവേട്ടൻ. അത് ഈ മരണം മാത്രമല്ല, അവിടെ ഏത് മരണം സംഭവിച്ചാലും അവിടെ രഘുവേട്ടൻ ഉണ്ടാവും. ഈ ഷെയ്ഖ് സായിദ്, ഈ വൃദ്ധമന്ദിരത്തിന്റെ ആൾക്കാർ അവിടെ മരിച്ച എത്രയോ ഹിന്ദു സഹോദരങ്ങളെ അവിടെ കൊണ്ടുപോയിട്ട് ദഹിപ്പിച്ചിട്ടുണ്ട്. അതിലൊക്കെ രഘുവേട്ടനുണ്ടായിട്ടുണ്ട്. അപ്പൊ വാസ്തവത്തില് അതാണ് യാഥാർത്ഥ്യം. രണ്ടാമതൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ചെലവഴിച്ചത്, അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കാസർഗോഡോളം മഞ്ചേശ്വരോളം വന്ന ഇതിന്റെ ആംബുലൻസിന്റെ ചെലവൊക്കെ വെച്ചത് സേവാഭാരതിയോ? എന്തൊക്കെ വിഡിത്തങ്ങളാണ് പറയുന്നത്. ഇതിന്റെ ഫുൾ ചെലവ് വെച്ചത് സേവാഭാരതിയാണെന്ന് ആംബുലൻസ് ഡ്രൈവറുടെ ആ വാക്കുകളും കൂടി നമുക്കൊന്ന് കേൾക്കാം. ഹലോ പറഞ്ഞോ. ആംബുലൻസ് ഡ്രൈവർ അല്ലേ? അപ്പൊ മിനിയാന്ന് കാസർഗോട്ടേക്ക് ഒരു ആംബുലൻസ് പോയില്ലേ? മീഞ്ചയിലേക്ക് മഞ്ചേശ്വരം ബോഡി കൊണ്ടേത്. ഓക്കെ. അതാരാണ് പോയത്? കോഴിക്കോട് എടുത്തിട്ട് വന്നത്. നിങ്ങളെന്നെ കോഴിക്കോട് തിരുവനന്തപുരത്താണ്ടായി. ആര്? ഓൾമേജ് പോകുമ്പോൾ എനിക്ക് കോള് വന്നത്, ഇങ്ങനെ നമ്മളെ വൃദ്ധസാക്ഷി എടുക്കേണ്ട ആൾ അവിടെ വെച്ച് മരണപ്പെട്ടു പോയിട്ടുണ്ട്, അന്ന് നിങ്ങൾ എടുക്കാൻ പറ്റി വെച്ചു. അപ്പൊ ഞാൻ അന്നേരം തിരുവനന്തപുരത്ത് ഒരാളെ ഈ റോഡ് അലഞ്ഞടക്കുന്ന ആളെയും കൊണ്ട് തിരുവനന്തപുരം പോയിട്ടുണ്ടായി. റാങ്കിന് അലഞ്ഞടക്കുന്ന ആളെല്ലാം പിടിക്കലുണ്ട്, ഇങ്ങനെ കുളിപ്പിക്കലെല്ലാം എടുക്കലുണ്ട്. അങ്ങനെ ഇരുന്ന് നാഗർകോവിലേക്ക് ഒരാളെ എത്തിക്കാണ്ടായി. അങ്ങനെ നാഗർകോവിൽ എത്തിയ സമയത്താണ് ഇങ്ങനെ നമ്മള് ഇക്ബാൽ വിളിക്കുന്നത്. റിയാസിനൊക്കെ പോകും, നമ്മളൊരു ബന്ധുവിനെ എടുത്തൊരാള് കോഴിക്കോട് ഇക്ബാൽ വിളിക്കുന്നല്ലേ? ബോഡി ഉണ്ട് റിയാസ്, നമ്മളെ ഓപ്പറേഷനിലേക്ക് ആളാണ്, അവന് ഏറ്റെടുക്കണം എന്ന് ബോഡി. അവർ ഞാൻ തിരുവനന്തപുരത്തായില്ലേ, 3 മണിയാവും പറഞ്ഞു. എനിക്ക് പുലർച്ചെ 3 മണിയാവും, അന്ന് നോമ്പല്ലേ. അങ്ങനെ ഞാൻ മോടെ കോഴിക്കോട് മറ്റേ തിരുവനന്തപുരത്ത് ഇറങ്ങി. തിരുവനന്തപുരത്ത് നിന്ന് വിട്ട് 3:30 കോഴിക്കോട് ഇറങ്ങി. കോഴിക്കോട് നിന്ന് നേരെ ആണെന്ന് നോക്കലും അത്തായാലും വെയിറ്റ്. രാവിലെ 6 മണിയായി. അപ്പൊ 6:30 പോലീസ് സ്റ്റേഷനിൽ പോയി. ഞാൻ പറഞ്ഞൊരു സംഭവം ഉണ്ട്. അങ്ങനെ പോലെ അവർ വീട്ടുകാരെ കഴിഞ്ഞത് കിട്ടാണ്ട് നമുക്ക് പേപ്പർ കിട്ടൂലെന്ന് പറഞ്ഞേ. പിന്നെ കുറച്ച് ലേറ്റ് ആവും. പിന്നെ പേപ്പറിൽ അടിയാൻ നമുക്ക് 12 മണി. പിന്നെ 12 മണി ലൊക്കേഷൻ അടിക്കുമ്പോ ഏകദേശം 7 മണിക്കാറ്റ് അവിടെ എത്തും. ഇപ്പളേക്ക് 7 മണിക്ക് എത്തിയിട്ട് കർമ്മം ചെയ്യാൻ പറ്റൂലല്ലോ ആ സമയത്ത്. പിന്നെ പേപ്പറിലും ക്ലിയർ ആക്കി വെച്ച് അവർ പറഞ്ഞു, എന്നാൽ രാവിലെ തന്നെ നിങ്ങൾക്ക് എടുക്കാനാക്കാം, കുഴപ്പമില്ല, 7 മണിക്ക് എടുത്തോണ്ട് പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെയാണ് വെള്ളിയാഴ്ച രാവിലെ ഞാൻ എടുത്ത് വിട്ടു. 12 മണിയിൽ എത്തി ചുമയെല്ലാം കഴിഞ്ഞ് എന്റെ അങ്ങോട്ടേക്ക് ഇതാകുന്നു. നിങ്ങക്ക് ഇതിന്റെ ആംബുലൻസിന്റെ പൈസ ഒക്കെ തന്നാലേ? അല്ല, ജനൻ ടിവിയിൽ കണ്ട്. അപ്പൊ സേവാഭാരതി, അതുകൊണ്ടാ ചോദിച്ചു, സേവാഭാരതിയായിട്ട് പൈസ അല്ല, സേവാഭാരതിയാണ് അവിടത്തേക്ക് എത്തിച്ചെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ബോഡിന്റെ പാകുമ്പോ ആരും ഇല്ലാത്തതാണ്, എടുക്കാൻ പറ്റാത്തതാണ്. അപ്പൊ നിങ്ങളെ വിളിക്കുന്നത് ഷെയ്ഖ് സായിദ് ഇക്ബാൽ, അതിന് അവിടെ ഇതിനൊക്കെ നേതൃത്വം ഇർഫാൻ ഇക്ബാൽ, അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. അവരാണ് ഇതിന്റെയൊക്കെ ഏർപ്പാടാക്കിയത് അല്ലെ? അവരങ്ങനെ പറഞ്ഞ സമയത്താ പറഞ്ഞു നമ്മൾ ഓപ്പണേറ്റ് താളാന്ന് റിയാസ്. അപ്പൊ ഞാൻ അത് കോർഡിനേറ്റർ ആണ്. ഈ ഭാഗത്ത് ഇങ്ങനെ ബോഡിയിലുണ്ടായിട്ട് ആൾക്കാരെല്ലാം അവിടെ എത്തിച്ചുകൊടുക്കുന്ന വണ്ടിയറാണ് പറയുന്ന വിളിക്കലുണ്ട്. ഇങ്ങനെ ഞാനിന് മുന്നിന്റെ 2-3 കേസ് ആടെ ഉണ്ട്.
ഓക്കെ ഓക്കെ ഓക്കെ. ഇവർ ഓപ്പറേജിലുണ്ട്. എന്നെ കറുവയിൽ കൊണ്ടാക്കിയ പെണ്ണിന്റെ അമ്മയിലുണ്ടാണ് എവിടെ? ഈ ഓപ്പറേജിലുണ്ട്. ഓപ്പറേജിലുണ്ട്. ആ, ശരിക്കും പറഞ്ഞാൽ ഒരു വൃദ്ധാസന ആരോ ഇല്ലാത്ത ആളെ സംരക്ഷിക്കുന്ന ഇവരാണല്ലേ? ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ശേഷം കൊണ്ടുപോകേണ്ട നാളത്തേക്ക് ന്റെ ബോഡി മീഞ്ചയിലേക്ക് കൊണ്ടുവന്ന ആംബുലൻസ് ഡ്രൈവറാണ് റിയാസ് എന്ന് പറയുന്ന ആളെ ശബ്ദമാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. അപ്പൊ ഇതിനൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന്റെ പേപ്പറൊക്കെ ശരിയാക്കിയിട്ടാണ് അങ്ങോട്ടേക്ക് അയച്ചത്. അതാരാണ് അയച്ചത്? ഇതിന്റെയൊക്കെ NOC ഇതായിട്ട് ഞങ്ങള് ഇതുമായി അവർക്ക് ഇതൊന്നും ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇതിനെ നമ്മള് ഏറ്റെടുത്ത് ബോഡി ഏറ്റെടുത്ത് നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ ദയിപ്പിച്ചോളാം എന്നുള്ള പൂർണ്ണ ഉത്തരവാദിത്തോടെ എഴുതി വാങ്ങുന്നതാണ് ആര്? നാരായണന്റെ പെങ്ങൾ കമലയോടാണ് വാങ്ങുന്നത്. ഇതൊരു സേവാഭാരതി പ്രവർത്തകരല്ല പോയി വാങ്ങിയിട്ടുള്ളത്. ഇതിന്റെ ആംബുലൻസിന്റെ പൈസ കൊടുത്ത സേവാഭാരതി അല്ല, ആംബുലൻസിന് ഏർപ്പാടാക്കിയ സേവാഭാരതി അല്ല, രഘുവേട്ടനല്ല. ഇതൊക്കെ ഏർപ്പാടാക്കിയതാരാണ്? മുസ്ലിം ലീഗിന്റെ വനിതാ ലീഗ് നേതാവായ ഇർഫാന ഇക്ബാലാണ്. അപ്പൊ ഇത് പ്രശ്നം എന്താണ്? എവിടെയാണ് വരുന്നത്? ഇതൊക്കെ പ്രശ്നം മുസ്ലിം ലീഗുമായി പോയി ഇത് തട്ടമിട്ട ഇജാബിട്ട ഒരു പെൺകുട്ടിയുമായി പോയി ഇതൊക്കെ നേതൃത്വം കൊടുത്തത്. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവരെ വാർഡ് മെമ്പർ വിളിച്ചിട്ടായിട്ടാണ് ഇർഫാന ഇക്ബാൽ അവിടത്തേക്ക് പോകുന്നത്. അവിടത്തേക്ക് പോയിട്ടാകുമ്പോൾ ഈ ഫോട്ടോയിൽ നിങ്ങൾ ശരിക്കും നോക്കുക, ഈ വീഡിയോയിൽ കാണുന്നത് ശരിക്കും നോക്കുക നിങ്ങൾ. ഈ ഒരു സിറ്റുവേഷനിലാണ് അവരുള്ളത്. അപ്പൊ ഇത് കാണുമ്പോ ഇവർക്ക് വേണ്ടത് മെച്ചപ്പെട്ട ഒരു ചികിത്സയാണെന്ന് മനസ്സിലാക്കിയ ഉടനെ ഇവരെ കൊണ്ടുപോയത് നേരെ ഓപ്പറേഷനിലേക്കല്ല, നേരെ ഹോസ്പിറ്റലിലേക്ക്. അതെങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ജില്ലാ കളക്ടറെയും അതുപോലെ തന്നെ മെഡിക്കൽ സൂപ്രണ്ടിനെയൊക്കെ വിളിച്ചിട്ട് നേരെ എന്താകുന്നത് മെഡിക്കൽ പരിഹാരത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോഴാണ് അറിയുന്നത് ഇത് 4th സ്റ്റേജിലുള്ള ക്യാൻസർ പേഷ്യന്റ് ആണ്, ഇതിന് നല്ല ചികിത്സ വേണം എന്ന് പറയുമ്പോൾ നേരെ കോഴിക്കോട്ടേക്ക് വിടുന്നത്. അപ്പൊ കോഴിക്കോട് 1 മാസം ചികിത്സ, അതായത് ഇവരുടെ നേതൃത്വം തന്നെയാണ്, ട്രസ്റ്റിന്റെ നേതൃത്വം തന്നെയാണ് ഇർഫാന ഇക്ബാലിന്റെ. അപ്പൊ ഒന്നും അവിടെ നിന്നും ആ 1 മാസക്കാലമൊന്നും ഇതിനെ കൊണ്ട് രാഷ്ട്രീയമൊന്നും ഇർഫാന ഇക്ബാൽ കളിച്ചിട്ടില്ല. മനുഷ്യ സ്നേഹം എന്ന് പറയുന്ന ഒരു സംഭവം ഇക്ബാലിന്റെ പത്നി, അതായത് മുസ്ലിം ലീഗ് വനിതാ ലീഗ് നേതാവ് തന്നെ പറയാം, അവരുടെ പക്കലും ഉള്ളായത് കൊണ്ടാണ് ഇവരെ ഏറ്റെടുത്തതും ഇതിന് വേണ്ട ചികിത്സക്കും. അതൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോ ഇത് ഏറ്റെടുക്കാൻ ബന്ധുക്കളില്ല എന്ന് പറയുമ്പോൾ അത് ഇതിനൊക്കെ മുമ്പ് തന്നെ നിങ്ങൾക്ക് സേവാഭാരതി നിങ്ങൾ ആ ഭാഗത്ത് തന്നെ ഉള്ള ആളല്ലേ എന്തിനാണ് പറയുന്നത്? എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ശരിക്കുമാണോ എന്ന് പറയാൻ ഏകദേശം മനസ്സിലാക്കാൻ പറ്റി. അന്വേഷിച്ചാൽ അറിയാം. ജില്ലാ പ്രസിഡന്റ് BJPയുടെ ജില്ലാ പ്രസിഡന്റ് അശ്വനിയുടെ വീടിന്റെ ഏകദേശം 2-3 കിലോമീറ്ററിന്റെ അടുത്ത് തന്നെ താമസിക്കുകയായിരുന്നു ആരാണ്? നാരായണൻ. അപ്പൊ ഒന്നും ഈ സേവാഭാരതിയും BJPയും ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇത് പ്രശ്നം ഇത്രമാത്രം തട്ടമിട്ട പെണ്ണായി പോയി ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത്. ഇതാണ് ഏറ്റവും വലിയ വിഷയം. ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനെ വളച്ചൊടിച്ച് ഇത് ദേശീയ തലത്തിലൊക്കെ ചർച്ച വരുമ്പോൾ ഇവർക്ക് വലിയ വിഷയങ്ങളുണ്ടായി. ഒന്ന് ഇജാബിട്ട പെണ്ണ്, പിന്നെ ഒരു സേവാഭാരതി പ്രവർത്തകനാണ്. ഇവരെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇവരെ വീഴ്ചയാണ്, ഇവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് മനുഷ്യത്വം വിചാരിച്ചിട്ട് ഒരു സ്ത്രീ അത് ഏറ്റെടുക്കുമ്പോൾ അതിന്റെ രാഷ്ട്രീയവും അതിന്റെ വസ്ത്രധാരണം ഇത്തരത്തിലേക്കാണ് നിങ്ങളെ ചിന്താഗതി പോകുന്നതെങ്കിൽ വലിയ വലിയ ദോഷങ്ങളിലേക്ക് ചെന്നെത്തും. കാരണം ആളുകളെ സഹായിക്കാൻ ആരും മുമ്പിലോട്ട് വരാത്തൊരവസ്ഥ വരും. അപ്പൊ തീർച്ചയായിട്ടും ഇതാണ് വാസ്തവം, ഇതാണ് സത്യാവസ്ഥ.